അങ്ങനെ അമ്മാനക്കുട്ടൻ കൈയെല്ലാം വീശി മുന്നിൽ തന്നെ നടക്കുന്നുണ്ട്. എന്തോ വലിയ കാണാനുള്ള ഉത്സാഹത്തോടു കൂടിയാണ് അവൻ നടക്കുന്നത്. അപ്പോൾ കണ്ണൂർ എന്ത് പരിപാടി വന്നാലും നമ്മൾ കാണാൻ പോകുന്നത് പതിവായിരുന്നു. അങ്ങനെയാണ് നമ്മൾ ഫ്ലവർ ഷോ കാണാൻ പോയത്. ഇതെല്ലാം കണ്ടപാടെന്ന് ഫുൾ ഉത്സാഹത്തിലായി. കണ്ടതിലെല്ലാം കയറലും ഒന്നും പറയണ്ട. അവൻ്റെ കളി ആടുന്നങ്ങ് തുടങ്ങി. അതിൻ്റെ ബാക്കി യേശുവിനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ യേശുവും ചെയ്യാൻ തുടങ്ങി. ഞാനും ഉമ്മയും 2 മക്കളുമാണ് ഫ്ലവർ ഷോ കാണാൻ പോയത്. ഉപ്പ പിന്നീട് അവിടെ എത്തുകയാണ് ചെയ്തത്. രണ്ടാളെയും കൂട്ടിപ്പോകുന്നത് ഭയങ്കര ടാസ്ക്കുള്ളൊരു പരിപാടി തന്നെയാണ്. രണ്ടാളെയും കൈപിടിച്ച് അങ്ങോട്ടാക്കൽ ഇങ്ങോട്ടാക്കലായിരുന്നു നമ്മളെ പണി. അങ്ങനെ അത്യാവശ്യം കുറച്ച് കാണാനെല്ലാം ഉള്ളൊരു ഷോ തന്നെയായിരുന്നു ഇപ്രാവശ്യത്തെ ഫ്ലവർ ഷോയിൽ ഉണ്ടായത്. മീനെല്ലാം കണ്ടപ്പാട് എനിക്ക് അതിൽ കൈ തൊടണം എന്നെല്ലാം പറഞ്ഞ് അവൻ്റെ കളി ഫുൾ തുടങ്ങി. ഒരുപാട് വെറൈറ്റികളായ പൂവിനെ കൊണ്ട് പല സ്റ്റൈലിൽ അവിടെ ഇങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ ഫ്ലവേഴ്സിനെ കൊണ്ട് വെൽക്കം എന്നൊക്കെ എഴുതി വെച്ച് ലൈറ്റൊക്കെ വെച്ച് വെള്ളത്തിലെല്ലാം വെച്ച് കുട്ടിക്ക് കാണാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. 2 കുട്ടികളും കൈയും വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടലും. അവർക്കെന്തോ അവർ സ്വാതന്ത്ര്യം കിട്ടിയ പോലെയായിരുന്നു രണ്ടാളെയും കളി. അവർ നമുക്ക് സമയം ഉണ്ടായിട്ടുള്ളൂ. പിന്നെ ഉപ്പ വന്നപ്പോൾ പിന്നെ ഇഷുപ്പാൻ്റെ കയ്യിൽ പോയി. അങ്ങനെ കുറേ ഫ്ലവേഴ്സൊക്കെ നോക്കി. ഇഷുക്കൊക്കെ ഉറക്കെല്ലാം വരാൻ തുടങ്ങിയിരുന്നു ആ ടൈം. പിന്നെ കുറച്ച് വാങ്ങി. ലാസ്റ്റ് ഒരു റൈഡിൽ കുറച്ച് കളിക്കുന്ന സ്ഥലത്തെത്തിയപ്പോൾ അമ്മാന് പിന്നെ കളിക്കണം എന്നുള്ളതായി. അങ്ങനെ ഒരു റൈഡിൽ കയറ്റി. അത് കണ്ടപ്പോൾ ഇഷുക്ക് എല്ലാം കയറണമെന്നുണ്ടായിരുന്നു. അങ്ങനെ അതിൽ കയറി കണ്ടു.